ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെയുള്ള വിചാരണയ്ക്ക് ശേഷം യേശുവിനെ ആരുടെ മുമ്പിലേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം പീലാത്തോസിൻ്റെ. 2. ലൂക്ക 23:2 പ്രകാരം പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന യേശുവിൻ്റെ മേൽ എത്ര കുറ്റങ്ങളാണ് ചുമത്തിയത്? ഉത്തരം 3. 3. പീലാത്തോസിൻ്റെ മുമ്പാകെ യേശുവിൽ ചുമത്തിയ കുറ്റങ്ങൾ എന്തെല്ലാം? ഉത്തരം: ജനത്തെ വഴിതെറ്റിക്കുന്നു, സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു. 4. യേശു ആരെ വഴിതെറ്റിച്ചു എന്നാണ് പീലാത്തോസിൻ്റെ മുമ്പിൽ കുറ്റം ആരോപിച്ചത്? ഉത്തരം: ജനത്തെ. 5. യേശു ആർക്ക് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു എന്നാണ് പീലാത്തോസിൻ്റെ മുമ്പാകെ യേശുവിൻ്റെ മേൽ ചുമത്തിയ കുറ്റം? ഉത്തരം: സീസറിന്. 6. യേശു ആരെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്നാണ് ന്യായാധിപ സംഘം പീലാത്തോസിൻ്റെ മുമ്പാകെ യേശുവിൽ കുറ്റം ആരോപിച്ചത്? ഉത്തരം: രാജാവായ ക്രിസ്തു. 7. യേശുവിനോടുള്ള പീലാത്തോസിൻ്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഉത്തരം: നീ യഹൂദരുടെ രാജാവാണോ? 8. നീ യഹൂദരുടെ രാജാവാണോ എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: നീ തന്നെ പറയുന്നുവല്ലോ. 9. ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് അറിയിക്കുന്നത് ആരെയാണ്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരെയും ജനക്കൂട്ടത്തെയും. 10. യേശു എവിടെയെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം: ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും. 11. ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചതാര്? ഉത്തരം: പീലാത്തോസ്. 12. പീലാത്തോസ് യേശുവിനെ ആരുടെ അടുത്തേക്കാണ് അയച്ചത്? ഉത്തരം: ഹെറോദേസ്. 13. യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചത് ആര്? ഉത്തരം: ഹെറോദേസ്. 14. ഹെറോദേസ് യേശുവിനെ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചത് എന്ത്? ഉത്തരം: യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരത്ഭുതം കാണാമെന്ന്. 15. ആരാണ് യേശുവിൻ്റെ മേൽ ആവേശപൂർവം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നത്? ഉത്തരം: പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. 16. യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് ആര്? ഉത്തരം: ഹെറോദേസും പടയാളികളും. 17. ഹെറോദേസ് യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് ആരുടെ അടുത്തേക്കാണ് തിരിച്ചയച്ചത്? ഉത്തരം: പീലാത്തോസിൻ്റെ. 18. മുൻപ് ശത്രുതയിലായിരുന്ന 2 പേർ യേശു നിമിത്തം സ്നേഹിതരായി തീർന്നു. ആരാണിവർ? ഉത്തരം: ഹെറോദേസും പീലാത്തോസും. 19. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്തതിനാൽ യേശുവിനെ എന്ത് ചെയ്ത ശേഷം വിട്ടയക്കും എന്നാണ് പീലാത്തോസ് അറിയിച്ചത്? ഉത്തരം: ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. 20. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത് ആര്? ഉത്തരം: ബറാബാസ്. 21. യേശുവിനെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി പുരോഹിത പ്രമുഖന്മാരോടും നേതാക്കന്മാരോടും ജനത്തോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്?
ഉത്തരം ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. 22. യേശുവിനെ ക്രൂശിക്കണമെന്ന് നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ആരെല്ലാം? ഉത്തരം പുരോഹിത പ്രമുഖന്മാർ, നേതാക്കന്മാർ, ജനം. 23. പുരോഹിത പ്രമുഖന്മാർ, നേതാക്കന്മാർ, ജനം എന്നിവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ തീരുമാനിച്ച പീലാത്തോസ് വിട്ടയച്ചത് ആരെയാണ്? ഉത്തരം ബറാബാസിനെ. 24. പുരോഹിത പ്രമുഖന്മാർ, നേതാക്കന്മാർ, ജനം എന്നിവർ യേശുവിനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്നതാരായിരുന്നു? ഉത്തരം ശിമയോൻ. 25. നാട്ടിൻ പുറത്തു നിന്ന് വന്ന ശിമയോൻ ഏത് ദേശക്കാരനായിരുന്നു? ഉത്തരം കിറേനാക്കാരൻ. 26. കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയത് ആര്? ഉത്തരം സ്ത്രീകളുടെ സമൂഹം. 27. കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹത്തിൻ്റെ നേരെ തിരിഞ്ഞ് യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. 28. യേശുവിനോടൊപ്പം വധിക്കാൻ കൊണ്ടുപോയത് ആരെയാണ്? ഉത്തരം കുറ്റവാളികളായ മറ്റ് 2 പേരെ കൂടെ. 29. യേശുവിനെയും മറ്റ് 2 കുറ്റവാളികളെയും കുരിശിൽ തറച്ച സ്ഥലം? ഉത്തരം തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം. 30. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അദ്ധ്യായവും വാക്യവും ഏത്? ഉത്തരം ലൂക്ക 23:34. 31. യേശുവിനെ കുരിശിൽ തറച്ചവർ കുറിയിട്ടത് എന്തിനായിരുന്നു? ഉത്തരം യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ. 32. യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ കുറിയിട്ടപ്പോൾ ആരാണ് നോക്കി നിന്നത്? ഉത്തരം ജനം. 33. പൂരിപ്പിക്കുക. ഇവൻ ഡാഷ് ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ഉത്തരം ദൈവത്തിൻ്റെ ക്രിസ്തു. 34. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്ന് യേശുവിനെ പരിഹസിച്ച് പറഞ്ഞതാര്? ഉത്തരം പ്രമാണികൾ. 35. പ്രമാണികളുടെ പരിഹാസത്തിനു ശേഷം യേശുവിനെ പരിഹസിക്കുന്നത് ആര്? ഉത്തരം പടയാളികൾ. 36. വിനാഗിരി കൊടുത്ത് പടയാളികൾ പരിഹസിച്ച് പറഞ്ഞതെന്ത്? ഉത്തരം നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. 37. ഈശോയുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന ലിഖിതം എന്തായിരുന്നു? ഉത്തരം ഇവൻ യഹൂദരുടെ രാജാവ്. 38. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞത് എന്താണ്? ഉത്തരം നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. 39. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞപ്പോൾ അവനെ ശകാരിച്ചതാര്? ഉത്തരം കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന അപരൻ. 40. യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ അപരൻ്റെ പ്രാർത്ഥനയ്ക്ക് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. 41. യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. 42. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു
ഇത് പറഞ്ഞതാര്? ഉത്തരം ശതാധിപൻ. 43 ലൂക്ക അദ്ധ്യായം 23 യഹൂദരുടെ പട്ടണം എന്ന് സൂചിപ്പിക്കുന്ന പ്രദേശം ഏത്? ഉത്തരം അരിമത്തിയ. 44 ആലോചനാ സംഘത്തിലെ അംഗവും നല്ലവനും നീതിമാനുമായവൻ ആര്? ഉത്തരം അരിമത്തിയക്കാരൻ ജോസഫ്. 45 അരിമത്തിയക്കാരൻ ജോസഫ് പ്രതീക്ഷിച്ചിരുന്നത് എന്താണ്? ഉത്തരം ദൈവരാജ്യം. 46 നല്ലവനും നീതിമാനും അരിമത്തിയക്കാരനുമായ ജോസഫ് ആരുടെ അടുത്തെത്തിയാണ് യേശുവിൻ്റെ ശരീരം ചോദിച്ചത്? ഉത്തരം പീലാത്തോസിൻ്റെ. 47 യേശുവിനെ താഴെ ഇറക്കി കല്ലറയിൽ വച്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു, സാബത്തിൻ്റെ ആരംഭവുമായിരുന്നു. 48 ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ആരോടൊപ്പം പോയാണ് കല്ലറ കണ്ടത്? ഉത്തരം അരിമത്തിയക്കാരൻ ജോസഫ്. 49 ഇവൻ യൂദന്മാരുടെ രാജാവാണ് എന്ന് ഏതെല്ലാം ഭാഷകളിലാണ് എഴുതിയിരുന്നത്? ഉത്തരം ഗ്രീക്ക്, ലത്തീൻ, ഹീബ്രു ഭാഷകളിൽ. 50 ലൂക്ക 23:56 സമാനമായ ബൈബിൾ വാക്യം ഏത്? ഉത്തരം പുറപ്പാട് 12:16.